രണ്ട് ചിക്കൻ പീസും ഒരു 2 പൊറാട്ടയും അതിന് 200 രൂപ അവിടെ വാങ്ങി. അതൊക്കെ മോശമല്ലേ? സംഭവം നമുക്കിത് ഒരു കോംബോയിൽ സെറ്റ് ചെയ്ത് തന്ന ഫുഡാണെങ്കിലും എല്ലാത്തിനും ഉപ്പ് അൺലിമിറ്റഡ് ഐറ്റംസ് ആയിരുന്നു. എത്ര വേണം കഴിക്കാം. സാധനത്തിലൊക്കെ ഭയങ്കര ഉപ്പ് കയറ്റിയിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അൺലിമിറ്റഡ് ഫുഡ് ആയതുകൊണ്ട് ഉപ്പ് കയറ്റിയതാണോ എന്നെ അറിയാതെ ഉപ്പ് കയറിയതാണോ എന്നറിയില്ല. എനിവേ, വെൽക്കം ടു കൊടൈക്കനാൽ വ്ളോഗ് പാർട്ട് 3. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി അന്ന് കിടന്നുറങ്ങി. രാവിലെ എണീച്ചിട്ട് ആ ഒരു സീനറി കാണാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് പോയതായിരുന്നു. നല്ല തണുപ്പും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരികയായിരുന്നു. എന്ത് രസമാണെന്നറിയോ പുറത്തിങ്ങനെ നോക്കിയിരിക്കാൻ. ഏർലി മോർണിംഗിൽ തന്നെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ റെഡിയാക്കി. 2 ദിവസത്തെ ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റൂം അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തത് പൂണ്ടി കൂക്കൽ ഗുണ കേവ്. പോകുന്ന വഴിയിൽ ആ ചാറ്റൽ മഴയത്ത് അൽമദീന കോഫീസിൽ കയറി ചായയും കടികളൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ പൂണ്ടിയിലേക്ക് പോയി. പൂണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ പേജിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണാം. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടന്നു വേണം നല്ല ഫ്രെയിംസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി. അവിടെ എത്തിയിട്ട് 90s കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി തൊട്ട് താഴെ തന്നെ ഒരു ചായക്കട ഉണ്ട്. അവിടുന്ന് ഒരു ഓംപ്ലേറ്റും ബ്രെഡൊക്കെ കഴിച്ചു. 60 രൂപ കേട്ടോ ഓംപ്ലേറ്റും ബ്രെഡിനും. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കൂക്കലിലേക്കാണ്. കൂക്കലിലെത്തിയപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. പിന്നെ അവിടെ എങ്ങനെ എത്തണം എന്നുള്ളത് ചിന്തയായി ഞങ്ങൾക്ക്. അവിടുന്ന് നേരെ പോയത് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ നേരെ എത്തുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ പോകുന്ന വഴി നല്ല കൃഷിയിടങ്ങളായിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഇളം കാറ്റും ചാറ്റൽ മഴയും ഈ ഒരു പച്ചപ്പൊക്കെ കണ്ട് നടന്നു പോകാൻ എന്ത് രസമാണെന്നറിയാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതും കയറി കാണുക. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഗുണ കേവിലേക്ക് നമുക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് നമ്മൾ എസ്കേപ്പ് ആയി. പോകുന്ന വഴിയിൽ വീണ്ടും നല്ല നല്ല ഫ്രെയിമുകളുണ്ട്. അപ്പോൾ ലൈനപ്പ് ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഗുണ കേവിലേക്കുള്ള യാത്രയാണ്. കൂട്ടത്തിലും ഒന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മീൽസ് ആണ് കഴിച്ചത്. 130 റുപ്പീസാണ് ഒരു മീൽസിന് വരുന്നത്. നോർമൽ മീൽസ്, നമ്മുടെ നാട്ടിൽ 50 രൂപയൊക്കെ കിട്ടുന്ന മീൽസ്. ഇവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലത്തും 250-300 രൂപയാണ് ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത്. എവിടെ പോയാലും എങ്ങനെ പോയാലും കൊടൈക്കനാലിൽ വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചോറ് വെച്ച റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ലഞ്ച് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇനി ഗുണ കേവിലേക്കൊക്കെ പോകാനുള്ള സമയമില്ലെന്ന്. സമയം ഏകദേശം 4:30 ആയതുകൊണ്ട് അവിടെ അടച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ നാട്ടിലേക്ക്. കൊടൈക്കനാൽ ചുരം ഇറങ്ങുമ്പോഴേക്ക് ഒരു രക്ഷയില്ലാത്ത കോട. ഇതോടുകൂടി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വ്ളോഗുമായി വീണ്ടും വരാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.